ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഈ ദിവസങ്ങളിൽ തലൊരു സ്കൂളിലെ ഒരു ക്ലാസ്സിൽ ചെന്നപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, അച്ഛനെ ഞാൻ ശാലോൺ ടി വിയിൽ കണ്ടു, ചാവറ പിതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അച്ഛൻ ചാവറ പിതാവിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, മറ്റു വിശുദ്ധരെക്കുറിച്ച് കൂടി പറയൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് പറയാം. അങ്ങനെ പറയാനായിട്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് വിശുദ്ധ ചാവറ പിതാവിൻ്റെ മോഡൽ എന്തായിരുന്നു. വിശുദ്ധ ചാവറ പിതാവിനെ സ്വാധീനിച്ചത് ഏത് വിശുദ്ധനാണ്, ഏത് വിശുദ്ധയാണെന്ന് ഞാനൊന്ന് പഠിച്ചു. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയാണത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്ന ഈ എപ്പിസോഡിൻ്റെ പേര് വിശുദ്ധരും കുട്ടികളും. അതാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന എപ്പിസോഡിൻ്റെ പേര്, വിശുദ്ധരും കുട്ടികളും. വിശുദ്ധ ചാവറ പിതാവിനെ പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് നിന്ന ഒരു വിശുദ്ധയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കണം. ചാവറ പിതാവ് ഭാരതത്തിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്, കൈനകരിയിൽ നിന്നാണെന്നൊന്നും ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന വിശുദ്ധ അമ്മ ത്രേസ്യ, ഈശോയുടെ ത്രേസ്യ എന്നറിയപ്പെടുന്ന ഈ അമ്മ ത്രേസ്യ പുണ്യവതി, ഈ വിശുദ്ധ ഏത് രാജ്യക്കാരിയാണ്? നിങ്ങൾ കേട്ട് കാണും. കാരണം എന്താ? ഫുട്ബോൾ ടീമുണ്ട്. നല്ലൊരു ഫുട്ബോൾ ടീമുള്ള ഒരു രാജ്യമാണത് സ്പെയിൻ. ഇനി ജീവിച്ച കാലഘട്ടം ഏതാണ്? പഠിക്കാൻ എളുപ്പമാണ്. 1515 എന്ന് പറഞ്ഞാൽ 1515 ജനനം, 1582 മരണം. ഏകദേശം ചാവറ പിതാവിനെ പോലെ തന്നെ 66 വർഷങ്ങളൊക്കെ ജീവിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ജീവിച്ച വർഷങ്ങളല്ല, ആ ജീവിതം കൊണ്ട് എന്ത് വർഷിച്ചു എന്നതാണ് പ്രധാനപ്പെട്ടത്. തൻ്റെ 67 വർഷത്തിനിടയിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി ചെയ്ത കാര്യങ്ങൾ വായിച്ചാൽ, പഠിച്ചാൽ നമ്മൾ അമ്പരന്ന് പോകും. നമുക്കൊക്കെ വായിക്കാനും പഠിക്കാനൊക്കെ പല കുട്ടികൾക്കൊക്കെ ഇഷ്ടമില്ല. എന്നാൽ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നറിയോ? ദാഹത്തോടെ വായിച്ചത് വിശുദ്ധയാണ്. ഒരു പുതിയ പുസ്തകം വായിക്കാനില്ലെങ്കിൽ ഈ കുട്ടിക്ക് സന്തോഷമില്ലത്രേ. ധാരാളം അങ്ങനെയുള്ള ഒരു കുടുംബമായിരുന്നു അത്. പിതാവ്, വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ പിതാവ് ധാരാളം പുസ്തകങ്ങൾ വായിച്ചിരുന്നു. പുസ്തകങ്ങൾ മക്കൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുമായിരുന്നു. അമ്മ ത്രേസ്യ പുണ്യവതിയുടെ അമ്മയും വായനക്കാരിയായിരുന്നു. വായിച്ചിരുന്നത് വീരസാഹസിക കഥകളാണെന്ന് മാത്രം. ചരിത്ര പുസ്തകങ്ങൾ ധാരാളം ഉണ്ടായിരുന്നൊരു വീടാണത്. തത്വശാസ്ത്ര ചിന്തകൾ അടക്കമുള്ളതും സിസറോ, വെർജിൽ, സെനക്ക തുടങ്ങിയവരുടെ ഒക്കെ ഗ്രന്ഥങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഉപന്യാസം, 7 പാപങ്ങളെക്കുറിച്ചുള്ള പുസ്തകം, ഇങ്ങനെ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പലതും ഈ വീട്ടിലുണ്ടായിരുന്നു. ഇനി മറ്റൊരു സംഭവം ഉണ്ടായത് എന്താണ്? വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഭാപിതാക്കന്മാരുടെ പുസ്തകങ്ങളൊക്കെ മൂലഭാഷയായ ലത്തീനിൽ നിന്ന് അതാത് ദേശങ്ങളിലെ ഭാഷകളിലേക്കൊക്കെ മാറ്റാനായിട്ടൊരു കർദിനാള് സിസരിനോസ് അതിനൊക്കെ തയ്യാറായി. അങ്ങനെ അമ്മ ത്രേസ്യ പുണ്യവതിയെ പോലെയുള്ളവർക്ക് വായിക്കാനായിട്ട് വിശുദ്ധ ജെറോമിൻ്റെയും സെൻറ്റ് അഗസ്റ്റിൻ്റെയും ഒക്കെയുള്ള പുസ്തകങ്ങൾ, വിശുദ്ധ ഗ്രിഗറി, ഈ പുസ്തകങ്ങളൊക്കെ സ്പാനിഷ് ഭാഷയിൽ കിട്ടിയതോടുകൂടി അമ്മ ത്രേസ്യ പുണ്യവതി അതൊക്കെ ദാഹത്തോടെ വായിച്ചു. ഈ വിശുദ്ധയുടെ ജീവിതത്തെ അതൊക്കെ സ്വാധീനിച്ചു. അപ്പോൾ നല്ല ഒരു കവിയായിട്ട് മാറാൻ, മിസ്റ്റിക് കവി, വലിയൊരു പ്രാർത്ഥനാക്കാരി, അതുപോലെ തന്നെ നന്നായിട്ട് എഴുതാനായിട്ടും പറയാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ അറിയുന്നൊരു വ്യക്തി, കാണാനായിട്ടും നല്ല സൗന്ദര്യം. ഈ വിശുദ്ധയെക്കുറിച്ച് പറയുന്നത് ഇതാണ്: ആരും ഒന്ന് കണ്ടാൽ രണ്ടാമത് നോക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി. അപ്പോൾ അങ്ങനെ സൗന്ദര്യം കൊണ്ടും നയചാതുരി കൊണ്ടും ഭരണപാടവം കൊണ്ടും ദാഹത്തോടെ വായിക്കാനുള്ള കഴിവ് കൊണ്ടും എഴുതിയ കത്തുകൾ ഫിലിപ്പ് രണ്ടാമൻ രാജാവിനെ വരെ സ്വാധീനിച്ച കത്തുകളാണ് ഈ വിശുദ്ധ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ
ദാഹത്തോടെയുള്ള വായനയും ഒത്തിരിയേറെ വളർന്ന ശൈലികൾ ധാരാളമായിട്ട് ഈ ശൈലികൾ സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഇന്ന് അമ്മ ത്രേസ്യ പുണ്യവതിയുടെ കൃതികൾ, മിസ്റ്റിക് കവിതകൾ, ഇതൊക്കെ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒന്നാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല ഈ പുസ്തകങ്ങൾ വായിക്കണേ, ധാരാളം പേര് വായിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നല്ല സൗന്ദര്യമുള്ള, ഭരണപാഠവുമുള്ള, നയചാതിരിയുള്ള, ദാഹത്തോടെ പുസ്തകങ്ങൾ വായിച്ച, ഒരു പുതിയ പുസ്തകം വായിക്കാനില്ലെങ്കിൽ സന്തോഷമില്ലാത്ത വിശുദ്ധ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവമൊക്കെ ഉണ്ടായ കാലത്ത് പ്രതിവിപ്ലവ നായികയായിട്ട് മാറിയിട്ടുള്ള വലിയ വിശുദ്ധയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ. വിശുദ്ധ ചാവറ പിതാവിനെ സ്വാധീനിച്ച ഈ വലിയ വിശുദ്ധയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. ഇനി വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ നമ്മൾ അടുത്ത എപ്പിസോഡുകൾ മുതൽ പഠിക്കും. ഏതൊക്കെ പുസ്തകങ്ങൾ എഴുതി, പ്രാർത്ഥനയുടെ വിവിധ ലെവലുകൾ എന്താണ്, ചെയ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ച് നമ്മൾ എണ്ണി പഠിക്കും. അങ്ങനെ വിശുദ്ധരുടെ ജീവിതങ്ങൾ, വിശുദ്ധരെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പഠിക്കുന്നതോടൊപ്പം വിശുദ്ധരാകാൻ കുട്ടികളെ നിങ്ങൾക്കത് ഒത്തിരിയേറെ ഉപകരിക്കും. നല്ല ദൈവം ഒത്തിരിയേറെ വിശുദ്ധമായി ജീവിക്കാനായിട്ട് വിശുദ്ധരുടെ ജീവിത മാതൃകകൾ നമ്മെ ശക്തിപ്പെടുത്തുമെന്നതിന് യാതൊരു സംശയവുമില്ല. വിശുദ്ധ ചാവറ പിതാവിനെ സ്വാധീനിച്ച വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി, ഈ വിശുദ്ധ അമ്മ ത്രേസ്യയെ സ്വാധീനിച്ച നിരവധി വിശുദ്ധർ, വിശുദ്ധ ഗ്രന്ഥമടക്കമുള്ള പുസ്തകങ്ങൾ ദാഹത്തോടെ വായിക്കുക, വായിച്ച കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കുക, ജീവിതത്തിൽ സുഹൃതങ്ങളിലേക്ക് കടന്നു വരിക. ഇങ്ങനെയുള്ള വിവിധ ലെവലുകളിലൂടെ വായനയുടെ കടന്നുപോയി മിസ്റ്റിക് കവിയായി പ്രാർത്ഥനയുടെ ഉയർന്ന ലെവലുകളെത്തി ഈശോയുടെ ത്രേസ്യ എന്നറിയപ്പെടുന്ന വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയെക്കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിലുകൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഒത്തിരിയേറെ താല്പര്യത്തോടെ പഠിക്കാം.